പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് 2-3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ആദ്യമേ തന്നെ ഇന്ന് കാലത്ത് ഏറ്റവും അടുത്ത ഒരു ബന്ധുവുമായി ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ആള് 2-3 ദിവസത്തെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പരിശുദ്ധാരൂപിയാലൊക്കെ നിറഞ്ഞു വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ധ്യാനം എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പേര് വിളിച്ച് ചൊല്ലി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ആ സഹോദരിയുടെ മേലുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ അച്ഛൻ അതിലും അടിപൊളിയാണ്, മറ്റേ അച്ഛൻ അതിലും അടിപൊളിയാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ. അത് കഴിഞ്ഞ് വേറെ ഒരു വീഡിയോ കാണുവാനിടയായി. അത് ഈ സഭാതർക്കത്തിനെ കുറിച്ചൊക്കെ ഉള്ളതാണ്. മത്സരബുദ്ധിയോടെ മത്സരിക്കുന്ന പുരോഹിതർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വായിച്ച വചനത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ച കാര്യം, വിശുദ്ധ സാമുവൽ അധ്യായം 15 22 വാക്യം. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധനയും. ഒരു കർത്താവിൻ്റെ വചനത്തിനോട് അനുസരണയില്ലാത്തവൻ ക്രിസ്തു അനുയായി അല്ല. അവർ പല വിഗ്രഹങ്ങളുടെയും പുറകെ അറിഞ്ഞും അറിയാതെയും പായുന്നവരാണ്. ഏറ്റവും വലിയ ബലി പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും യോഗ്യതയോടെ സജീവമായി പങ്കെടുക്കുന്നതിനേക്കാൾ വലിയ ഒരു ബലി വേറെ ഇല്ല. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ മറ്റു മാർഗങ്ങളൊക്കെ തേടി പോകുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ വിശുദ്ധ ബലിയിൽ അനുദിനം പങ്കെടുക്കുകയും യോഗ്യതയോടെ പങ്കെടുക്കുകയും സജീവമായി പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കർത്താവിൻ്റെ ശക്തിക്കായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി യാചിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രചോദിതമായി സന്തോഷത്തോടുകൂടെ വചനാധിഷ്ഠിതമായ അനുസരണയോടെയുള്ള കർത്താവിൻ്റെ വചനത്തിന് അനുസരണത്തോടെയുള്ള ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ അതും ഇതുമൊക്കെ അന്വേഷിച്ച് അലയേണ്ടതില്ല. അവിടെ ക്രിസ്തുവുണ്ട്, ഇവിടെ ക്രിസ്തുവുണ്ട്, അവിടുത്തെ സ്റ്റാച്യു കൂടുതൽ പവർഫുള്ളാണ്, ആ അച്ഛൻ്റെ പ്രസംഗം കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളതാണെന്നൊക്കെ, അതെല്ലാം ലൗകികമായ കാര്യങ്ങളാണ്. ഏറ്റവും ആധ്യാത്മികമായ കാര്യം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. തൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ,
ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും? എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും. അപ്പോൾ ഒരച്ഛന്മാരുടെ ഗുഡ് ബുക്സിൽ കയറി പറ്റിയത് കൊണ്ടോ അച്ഛന്മാർ പറയുന്ന കാര്യങ്ങൾ ആരാധിച്ചത് കൊണ്ടോ ഒന്നും വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. അതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ളത് പരിശുദ്ധ ദിവ്യ ബലിയിൽ സജീവമായി പങ്കെടുക്കുകയും അതിൽ നിന്നുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് അണുവിടവിടാതെ ജീവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുട്ടിദൈവങ്ങളെ ആരാധിച്ച് സർവശക്തനായ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഈ വചനത്തിൽ വീണ്ടും പറയുന്നു, അതൊക്കെയാണ് എന്നെ അമ്പരപ്പിക്കുന്ന കാര്യം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. ഒരു ക്രിസ്തു അനുയായി വലിയ മാത്സര്യബുദ്ധിയോടെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, അവന് സാധിക്കില്ല. പക്ഷെ നമ്മളിന്ന് കണ്ടുവരുന്നത് ഒരു കുടുംബ യൂണിറ്റ് മുതൽ തന്നെ മാത്സര്യമാണ്. എനിക്ക് ജയിക്കണം, അതിന് ക്യാൻവാസ് ചെയ്യലും ബഹളങ്ങളും ഗ്രൂപ്പുകളുണ്ടാക്കലും ആ കൂട്ടായ്മയുടെ സ്വഭാവം തന്നെ നശിപ്പിച്ച് ഒരു സംഘടനയുടെ സ്വഭാവം അതിന് വരികയും അത് പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്ന മാത്സര്യബുദ്ധി പള്ളിക്കകത്ത് പോലും, ഇതൊക്കെ വളരെ ദുഃഖം ഉളവാക്കുന്നു. മർക്കടമുഷ്ടി വിഗ്രഹാരാധനയാണ്. അറ്റ് എനി കോസ്റ്റ് എനിക്ക് ആ സ്ഥാനം വേണം, അറ്റ് എനി കോസ്റ്റ് ഞങ്ങൾക്ക് പള്ളി കമ്മിറ്റി ഭരിക്കണം, അറ്റ് എനി കോസ്റ്റ് എൻ്റെ ഐഡിയകൾ പള്ളിയിൽ സാധ്യമാക്കണം. ഇതൊക്കെ മർക്കടമുഷ്ടി, മാർപ്പാപ്പയെ പോലും ധിക്കരിക്കുന്ന മർക്കടമുഷ്ടികൾ. ഇതൊക്കെ പാപമാണ്. മത്സരബുദ്ധി നമുക്ക് ഒഴിവാക്കാം. എപ്രകാരമാണ് ഒരു സഹോദരനോട്, ക്രിസ്തുവിൽ ഉള്ള ഒരു സഹോദരനോട് നമുക്ക് മത്സരിക്കാൻ സാധിക്കുന്നത്? ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. അനുസരണയോടെ വചനം അനുസരിച്ചുള്ള, കർത്താവിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, അപ്രകാരം ജീവിക്കുവാൻ വേണ്ട കൃപ യേശു കർത്താവ് പരിശുദ്ധാരൂപിയെ നമ്മിലേക്ക് അയച്ച് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം, യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ.